ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അൻഷൂസ് ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും വന്നു. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമാണോ? അൽഹംദുലില്ലാ നമുക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇന്ന് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കുന്ന വീഡിയോസ് ഇല്ല, ചായയും കടി ഉണ്ടാക്കുന്ന വീഡിയോസ് ഇല്ല. എന്നും പോരെ മരിക്കായാൽ ഒരു രസമല്ല. അപ്പോൾ ഇന്ന് വെറും നമ്മളെ അടിച്ചോരിനി പിന്നെ പാത്രം മോറിന് ആ ഒരു വീഡിയോസ് തന്നെ ഉള്ളൂ കേട്ടോ. എന്നും ഈ കഞ്ഞിൻ്റെ വെള്ളം താളിച്ചതൊക്കെ എടുത്ത് ഇങ്ങനെ കാട്ടിത്തരുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു ദേഷ്യമല്ലേ, അല്ലെങ്കിൽ തന്നെ വ്യൂസ് കമ്മിയാണ്. അപ്പോൾ പിന്നെ നമ്മൾ കൂടുതലായിട്ട് വീഡിയോസ് ഇട്ട് വെറുപ്പിച്ചണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പോൾ ഒന്നരാടായിട്ടാണെങ്കിലും വീഡിയോസൊക്കെ ഇടുന്നത്. അപ്പം വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. സ്ഥിരം വീഡിയോ കാണുന്ന ആൾക്കാർ എന്നും വീഡിയോ കാണണേ. അപ്പോൾ അതാ മിറ്റടിച്ച് വരാൻ വേണ്ടി ഇറങ്ങിയതേനി. വർത്തമാനത്തിൻ്റെ ഇടയിൽ അങ്ങനെ മിറ്റടിച്ച് വരൽ കഴിഞ്ഞിരിക്കണം കേട്ടോ. ഇനി നമുക്ക് പാത്രം മോറാം. അപ്പോൾ പാത്രം മോറാൻ നമ്മൾ വന്നിരിക്കണം കേട്ടോ. ഇഷ്ടം പോലെ പാത്രമുണ്ട്. നേരം വെളുത്താൽ ഈ പാത്രങ്ങളൊക്കെ എവിടെ നിന്നാണ് വരുന്നതെന്ന് തന്നെ നമുക്ക് പറയാൻ കൂടി അവിടെ ഉണ്ടാവില്ല കേട്ടോ. നമ്മളെടുത്ത പാത്രങ്ങൾ തന്നെ ഈ കാരം, പക്ഷേങ്കിൽ ഒന്നെടുത്ത് അത് അവിടെ ഇടും, പിന്നെ വേറെ ഒന്നെടുത്ത് അതും അവിടെ ഇടും. അങ്ങനെയാണ് കേട്ടോ നമുക്ക് പാത്രങ്ങളൊക്കെ ഇഷ്ടം പോലെ മോറാണ്ടാവുക. അങ്ങനെ പാത്രങ്ങളൊക്കെ മോറിയെടുക്കുകയാണ്. മിറ്റടിച്ചോരി അത് കഴിഞ്ഞ് വന്നിട്ട് ചായയും കുടിച്ച് ചായ കുടി കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ പാത്രം മോറൽ കേട്ടോ. ചിലപ്പം ഓരോരോ ഇതാണ് കേട്ടോ. ചിലപ്പം വിചാരിച്ചു പാത്രം മോറിയിട്ട് ചായ കുടിച്ചാൽ, അല്ലെങ്കിൽ വിചാരിച്ചും ചായ കുടിച്ചിട്ട് പാത്രം മോറാം. അങ്ങനെ ഏതായാലും ഇന്ന് നമ്മൾ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് പാത്രം മോറിയത് കേട്ടോ. അങ്ങനെ അതാക്കണേ പാത്രങ്ങളൊക്കെ മോറി നമ്മൾ അതാത് സ്ഥലത്ത് ഇങ്ങനെ വെക്കണുണ്ട് കേട്ടോ. അങ്ങനെ പാത്രങ്ങളൊക്കെ നമ്മൾ മോറി കഴിഞ്ഞിട്ട് എന്താട്ടി നമ്മളെ വീതനയൊക്കെ ഉണ്ടല്ലോ ഒന്ന് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കണ്ടേ. ഇനിയിപ്പോൾ ചോറും കൂട്ടാനും ഉണ്ടാക്കണുണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞു എഴുതിക്കാണ്ട് നിങ്ങളാരും ബേജാറാണ് കേട്ടോ. കാരണം ഇന്ന് ചോറും കൂട്ടാനൊന്നും ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും കാട്ടണില്ല കേട്ടോ. ഇന്ന് ഇതേ ഒരു വീഡിയോ ഉള്ളൂ കേട്ടോ, ഒരു 8 മിനിറ്റ്. അപ്പം 2 ദിവസമായാലേ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരണ്ടേ, അല്ലെങ്കിൽ നിങ്ങൾ ഞാൻ മറക്കൂലേ, അത് എഴുതിയിട്ടാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് തപ്പി പിടിച്ചിട്ട് ഞാൻ കൊണ്ടുവരുന്നത്. ഞാൻ മറക്കാൻ പാടില്ല, അതിനാണ്. അപ്പോൾ എന്താട്ടി അങ്ങനെ വീതനയൊക്കെ തുടച്ച് ഒന്ന് വൃത്തിയാക്കിയിട്ടിട്ട് മക്കളൊക്കെ മദ്രസ ഇട്ടിപ്പോൾ വരും, സ്കൂൾക്ക് പറഞ്ഞേക്കണം. അപ്പോൾ എനിക്ക് കൂട്ടാൻ ഉണ്ടാക്കണം, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇമ്മാരി പണികളൊക്കെ വേഗം ചെയ്ത് തീർക്കണം, അല്ലെങ്കിൽ പിന്നെ ഇതിപ്പോൾ ചെയ്ത് തീർത്തിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ. ഇനി ചോറും കൂട്ടാനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനിയും തുടക്കേണ്ടി വരും. ഈ തുടക്കൽ പൊതുവേ ഉള്ളതാണ് കേട്ടോ. രാവിലെ പാത്രം മോറി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ഒന്ന് തുടച്ചിടണം, അല്ലെങ്കിൽ മനസ്സിക്ക് വല്ലാത്തൊരു പൊറുതിയിടാണേ. അപ്പം അങ്ങനെയാണ് തുടക്കണത്. ഇനിയിപ്പോൾ ഒരു 10 വട്ടം എന്തായാലും തുടക്കേണ്ടി വരും. ഇത് പച്ചക്കറിയൊക്കെ അരിയുമ്പോൾ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആവും, പിന്നെയും തുടക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെയും തുടക്കണം. ഒരു 3-4 വട്ടം എങ്ങനെയായാലും തുടക്കലുണ്ട് കേട്ടോ. 10 വട്ടമൊന്നും ഇല്ലെങ്കിലും ഒരു ഉപമ പറഞ്ഞാണ് കേട്ടോ. 1000 വട്ടം 100 വട്ടം എന്നൊക്കെ പറയില്ലേ, അങ്ങനെ പറഞ്ഞതാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതാ മക്കളൊക്കെ മദ്രസൊക്കെ വിട്ട് വന്നിക്കണം കേട്ടോ. അങ്ങനെ മദ്രസ വിട്ട് വന്ന് മക്കളെ സ്കൂൾക്കൊക്കെ പറഞ്ഞേക്കണം. അപ്പോൾ സനുട്ടനെ ഓനെ പേരും കുപ്പായോട്ട് റെഡി ആയിക്കണം കേട്ടോ. ഇന്നപ്പോൾ ഇവളല്ലേ, ഇവളെ മൂടി കെട്ടി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇവൾക്ക് എങ്ങനെ മൂടി കെട്ടി കൊടുത്താലും ശരിയാണ് കേട്ടോ. പിന്നെ സ്കൂളിൽ ചെല്ലുമ്പം ഓരോ കുട്ടികളും ഓരോ മോഡലിൽ അങ്ങനെ മൂടി കെട്ടി വരുമ്പോൾ ഓള് പറയും, ഉമ്മച്ചിയെ അങ്ങനെ കെട്ടണ്ടമ്മ, ഇങ്ങനെ കെട്ടിത്തരിക. അപ്പോൾ ഓള് പറയണ മാതിരി എനിക്ക് വയ്ക്കണ്ടേ കെട്ടാൻ. അപ്പോൾ ഞാൻ പറഞ്ഞോളോടെ ഞാനൊരു കെട്ടലാണ് കെട്ടിത്തരും, അതിന് ഇഷ്ടമുണ്ടെങ്കിൽ നിന്ന, അല്ലെങ്കിൽ ഇജ്ജട കെട്ടിക്കോ എന്നൊക്കെ പറയട്ടോ. ഓള് എന്തൊരു മോഡലാണ് പറയണതെന്ന് ഞമ്മക്കറിയാം. പിന്നെ മോഡലിപ്പോൾ ഞമ്മക്കറിയണ മോഡലിലൊക്കെ ഞമ്മക്ക് കെട്ടിക്കൊടുക്കാം, പക്ഷേ അതിന് നേരം വേണ്ടേ. ഓള് മദ്രസ വിട്ട് വരാൻ തന്നെ 8:45 ആകും. പിന്നെ മദ്രസ വിട്ട് വന്നിട്ട് ചായയോട് കഴിയുമ്പോഴത്തിന് 9 മണി. അത് കഴിഞ്ഞ് ഒരു 9:10 9:20 ആകുമ്പോഴത്തിന് സ്കൂൾ ബസ്സും വരും. അതിൻ്റെ ഇടയിൽ ഈ മുടി കെട്ടലും മാറ്റിക്കൊടുക്കലും ഒക്കെ കജ്ജണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു അതിനൊക്കെ നേരം വേണം. അപ്പം ഞാൻ പിന്നെ കെട്ടിത്തരണ്ട്. ഇപ്പോൾ ഇമ്മച്ചിക്ക് അറിയുന്നൊരു മോഡൽ ഞാനാണ് കെട്ടിത്തരാം. 2 ഭാഗത്തും മുടി മുടഞ്ഞിട്ടിട്ട് ഇങ്ങനെ ബണ്ണിട്ടാൽ മതി. ഞങ്ങളൊക്കെ സ്കൂൾക്ക് പോയെന്ന് ഇങ്ങനെയാണ് എനിക്ക് കെട്ടിയത് എന്നൊക്കെ പറഞ്ഞ് ഞാൻ സോപ്പ് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ പറഞ്ഞു 5 ക്ലാസ്സിൽ ഇങ്ങനെ കുട്ടി വരലുണ്ട് എന്നൊക്കെ ഓളും ഇങ്ങനെ പറയണം കേട്ടോ. അപ്പം എങ്ങനെയായാലും സോപ്പിങ്ങിൽ നമ്മളെ മക്കളങ്ങനെ നിർത്തണം.
അല്ലാതെ നമുക്ക് മോഡൽ കെട്ടാൻ അറിയായിട്ടൊന്നല്ല കേട്ടോ. അപ്പം എന്താണെന്നറിയാം, അപ്പോൾ ഏതായാലും ഞാൻ ഓളെ മുടി 2 ഭാഗത്തും കെട്ടിക്കൊടുക്കാണ് കേട്ടോ. അപ്പം ഓരോരോ സംശയങ്ങൾ ഈ കരട്ടാ മൂപ്പത്തിയർക്ക് എന്താ ഏതാന്നൊക്കെ അങ്ങനെ ചോദിച്ചും അങ്ങനത്തെ ഒക്കെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുടി കെട്ടുമ്പോഴും ഒക്കെ ആണ് കേട്ടോ ഇങ്ങനെ ചോദിച്ചാൽ. അപ്പം ഞാനും ഓളും അതിങ്ങനെ പറഞ്ഞ് കുത്തിരിക്കുകയാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാക്കണേ, നമ്മൾ ഒരു ഭാഗം മുടഞ്ഞിട്ട് കൊടുത്തിട്ടോ. അപ്പം ഇനി മറ്റേ ഭാഗം കൂടി ഒന്ന് മുടഞ്ഞിട്ട് കൊടുക്കണം. അപ്പം വലിയ തീർപ്പതിയൊന്നും ആയിട്ടില്ല കേട്ടോ ഈ മുടിയെട്ടൽ. അപ്പം ഞാനങ്ങനെ സോപ്പിട്ട് കാണ്ട് അങ്ങനെ നിർത്തിക്കാണ്ട് കേട്ടോ. എന്താ നല്ല ചൊറുക്കാണ് ഇങ്ങനെ മുടി കെട്ടിയാൽ. യൂണിഫോമൊക്കെ ഇടുമ്പോൾ ഇങ്ങനെ 2 ഭാഗത്ത് മുടി ഇങ്ങനെ കെട്ടിപ്പോണ്ടത്, അതാണ് രസം. ഇജ്ജ് കണ്ടിട്ടില്ലേ സ്കൂൾ കുട്ടികൾ പോണത്, വലിയ കുട്ടികളൊക്കെ പോണത് കണ്ടിക്കണോ, ഉമ്മച്ചിയൊക്കെ പോയെന്ന് ഇങ്ങനെ ഇനി കെട്ടീനത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സോപ്പിട്ട് കാണ്ട് അങ്ങനെ നിർത്തി കാണുന്നുണ്ടാ. അപ്പം നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എത്തപ്പ ജനാൽമേൽ എന്നല്ലേ. അതെന്താണെന്നറിയാം, അത് നമ്മളെ മിന്നൂട്ടിൻ്റെ പണിയാണ് കേട്ടോ. അതോളെ പിന്നെ ചെറുപയറുണ്ടല്ലോ, അത് മുളക്കാൻ വേണ്ടി വെച്ചതേനി കേട്ടോ. ടീച്ചർ പറഞ്ഞതേനി. അപ്പം അങ്ങനെ അത് വെച്ചതാണ്. അത് മുളച്ചും ചെയ്തേക്കണം കേട്ടോ. അതാണെങ്കിൽ പുറത്ത് കൊണ്ടേക്കാൻ പറഞ്ഞാൽ മൂപ്പത്തിയിൽ കൊണ്ടേക്കില്ല, അത് അവിടെ നിന്നോട്ടേ ആറ്. അപ്പോൾ അതാണ് കേട്ടോ അത്. അങ്ങനെ ഇതാക്കണേ, നമുക്ക് 2 ഭാഗത്തും മുടി കെട്ടിക്കണം കേട്ടോ. അപ്പോൾ അങ്ങനെ ഓളെ കോട്ടിൻ്റെ അവിടെ ഒരു പോക്കറ്റ് ഉണ്ട്. അപ്പോൾ അതിക്ക് 2 ഉറുപ്പ്യ തരുമ്മ സ്കൂളിൽ കൊണ്ടാകാനാണ്. അപ്പോൾ സ്കൂളിലേക്കൊന്നും പൈസ കൊടുത്തേക്കരുത് എന്ന് പറഞ്ഞേക്കണം കേട്ടോ ടീച്ചർമാർ. കാരണം മുട്ടായി വാങ്ങാൻ വേണ്ടി ഓല് റോഡ് അപ്പുറത്തൊക്കെ കടക്കുമ്പോഴേ പിന്നെ വാഹനം വരില്ല, അതൊക്കെ കരുതിയിട്ട് ടീച്ചർമാർ പറഞ്ഞു. അപ്പോൾ അത് ചോദിച്ചിരിക്കുമ്പോൾ ഞാൻ ഇഞ്ചത്തില്ല എന്നൊക്കെ വന്നിട്ട് തരാമെന്നൊക്കെ പറഞ്ഞിരിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ, മക്കളൊക്കെ സ്കൂളിൽ പോകാൻ വേണ്ടി ഇറങ്ങി. അപ്പോൾ സാനുട്ടം ഒരു ഉമ്മയൊക്കെ പാസ്സാക്കിയിട്ടാണ് പോയത്. ഇവള് മറന്നീനി കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ ഒക്കെ മനസ്സിലായത് ഉമ്മ വന്നിട്ടില്ലല്ലോ. അപ്പം അങ്ങനെ ഓളും ഒരു ഉമ്മയൊക്കെ തന്ന് സലാനൊക്കെ പറഞ്ഞ് പോയിട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളിതാ പിന്നെ അകടിച്ചു വരാൻ വേണ്ടി ഇറങ്ങിയേക്കണം കേട്ടോ. അപ്പോൾ അകടിച്ചോരലും പിന്നെ തുടക്കലും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്യാസ് കജാനയക്കണേ. അപ്പം ഗ്യാസ് നിറക്കണം. അപ്പോൾ ഇതാക്കണേ, കുറ്റി ഞാൻ പുറത്തുണ്ടേക്കാണ് കേട്ടോ. കുറ്റി പുറത്ത് വെച്ചിട്ടില്ലെങ്കിൽ ഓല് വരൂല കേട്ടോ. ഓല് നാളൊരു ഇതേമാതിരി കുറ്റി പുറത്ത് വെക്കായിട്ട് കുറേ വിളിച്ചീനി. അപ്പം ഞാൻ കേട്ടതുമില്ല. പിന്നെ പിറ്റേ ദിവസമാണ് കേട്ടോ കൊണ്ടുവന്നത്. അപ്പോൾ അത് വേണ്ട. അപ്പോൾ ഞാൻ എന്താട്ടിന്നറിയാം, അത് പുറത്തേക്ക് വെച്ചിക്കണേ. ഇനിയിപ്പം കുറ്റി കാണാനായിട്ട് പോകണ്ടല്ലോ, അത് എഴുതിയിട്ട് വെച്ചിക്കണം കേട്ടോ. അങ്ങനെ ഇതാക്കണേ. പിന്നെ അകടിച്ചോരലും ഒക്കെ തുടങ്ങിയിരിക്കണേ. അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ, ഒരു ചെറിയൊരു വീഡിയോ കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലേ, ഇനി മറക്കാതെ വെക്കാൻ വേണ്ടി ഞാനൊരു ചെറിയ വീഡിയോ കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പം ഇൻഷാ അല്ലാ പുതിയ വലിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ പിന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ വീഡിയോസൊക്കെ കണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പം നമ്മൾ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളെ സപ്പോർട്ടൊക്കെ ഞാൻ പ്രതീക്ഷിച്ചാണ്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. കമൻറ്റ് പിന്നെ ഞാൻ പറയുന്നില്ല, ചിലവർക്കൊക്കെ കമൻറ്റ് ചെയ്യാനൊക്കെ ഗതിയുടെ ഇക്കാരം. അപ്പം അങ്ങനെ ഗതിയുടെ എന്തെങ്കിലും